ഫിനിക്സ് ഫ്രണ്ട്സ് ഈ ടൈമിലൂടെ ഏവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഇന്ത്യയുടെ ലാസ്റ്റ് മത്സരമാണ്, നെതർലാൻഡ്സുമായിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമായിരുന്നു. ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങളുണ്ട്. നമ്മുടെ വാഷിങ്ടൺ സുന്ദറും ഹർഷ്ദീപ് സിംഗും ടീമിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അക്ഷർ പട്ടേലിനും കുൽദീപ് യാദവിനും പകരമാണ് ഇവർ ടീമിലോട്ട് വന്നത്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുട്ടയോട് മുട്ട ഇട്ടിട്ട് നമ്മുടെ അഭിഷേക് ശർമ്മ എങ്ങനെ പോവുകയാണ്. കാരണം തുടർച്ചയായ പരാജയങ്ങളാണ് നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്ക് നേടി. ഇന്നും അദ്ദേഹം ഡെക്കിലാണ് പോയത്. 3 ബോളിൽ 1 റൺസ് പോലും എടുക്കാതെ ഡെക്കിൽ പോയി. കാരണം തുടർച്ചയായിട്ട് ഇപ്പം അദ്ദേഹം 3 കളികളിലാണ് തുടർച്ചയായിട്ട് ലോകകപ്പിൽ തന്നെ 0 റൺസാണ്. ശരാശരിയും ആവറേജ് എല്ലാം 0-ലാണുള്ളത്. അപ്പം ഇതിന് ലാസ്റ്റ് കളിച്ച 7 കളികളിൽ 5ലും ഡെക്കാണ്. നമ്മുടെ ന്യൂസിലാൻഡിനെതിരെ കളിച്ച 4 കളിയിൽ 2 ഡെക്കും 1 അർദ്ധ സെഞ്ചുറി ഉണ്ട്, 1 30 ഉണ്ട്. പിന്നെ കളിച്ച മൊത്തം 7 കളികളിൽ 5ലും ഡെക്കാണ്. അപ്പോൾ സഞ്ജു സാംസണ് ചാൻസ് ഉണ്ട്, കളിക്കിലോട്ട് ഇനി തിരിച്ചു വരാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് ഇങ്ങനെ. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് ഇനിയും അവസരം അവർ കൊടുക്കാണ്ടിരിക്കില്ല. സഞ്ജുവിനെ പോലെയല്ല, സഞ്ജുവിനും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാലും അഭിഷേക് ശർമ്മ ഇങ്ങനെ മുട്ട ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ടീമിനും ദോഷമാണ്. സഞ്ജുവിന് ചിലപ്പോൾ അതൊരു ഭാഗ്യമായിരിക്കാം, പക്ഷേ ഇന്ത്യൻ ടീമിന് ഭയങ്കര ദോഷം ചെയ്യും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അവൻ നല്ലപോലെ തിരിച്ചു വരട്ടെ. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ഇന്ത്യ 9.1 ഓവറിൽ 70 റൺസിന് ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. അഭിഷേക് ശർമ്മ, ഇഷാങ്ക് ഷൻ, തിലക് വർമ്മ എന്നിവരാണ് ഔട്ടായത്. അപ്പോൾ കളി കഴിയുമ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.